ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ സീരീസ് കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത് ഒരു സേഫ്റ്റി പ്രൊഫഷണലിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, മീൻസ് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ അവരെന്താണ് ആ വർക്ക് കൊണ്ട് ആ ഒരു പ്രൊഫഷനിൽ നമ്മൾ എന്താണ് ഓരോ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലും ചെയ്യുന്നത് എന്നുള്ള എല്ലാം നല്ലൊരു ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഈ ഒരു സീരീസിലൂടെ തരുന്നതാണ്. അപ്പം സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ആദ്യമേ പോകുന്നത് എന്താണൊരു സേഫ്റ്റി ഓഫീസർ, ആരായിരിക്കും സേഫ്റ്റി ഓഫീസർ, എന്തായിരിക്കും അവരുടെ പ്രൈമറി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മളിപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിലായാലും ഇൻഡസ്ട്രിയൽ ഫീൽഡിലായാലും വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സേഫ്റ്റി പ്രൊഫഷണലിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളൊരു പ്രസൻറ്റേഷനിലോട്ട് പോകുമ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് സേഫ്റ്റി പ്രൊഫഷണൽ ആരാണെന്ന്, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, റിസ്ക് അസസ്മെൻറ്റ്, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു, ഇതെല്ലാം ഒരു ബ്രീഫായിട്ടാണ് കേട്ടോ. സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ട്രെയിനിങ്, ഇൻസിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ, കംപ്ലയിൻറ്റ്സ്, ലീഗൽ റിക്വയർമെൻറ്റ്, എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ്, ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻസ്, ഏരിയ ഓഫ് വർക്ക് ഫോർ സേഫ്റ്റി പ്രൊഫഷണൽസ്, മീൻസ് ഏതൊക്കെ ഏരിയയിലാണ്, ഏതൊക്കെ ഫീൽഡിലാണ് സേഫ്റ്റി പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അങ്ങനെയാണ് ഈ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്, അത് കൺക്ലൂഷനും ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സേഫ്റ്റി പ്രൊഫഷണൽസ്. അപ്പോൾ നമ്മൾ സേഫ്റ്റി പ്രൊഫഷണൽസിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് അവരെപ്പോഴും ട്രെയിൻഡ് പ്രൊഫഷണലായിരിക്കും. അവരുടെ മെയിൻ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സൈറ്റിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ ഉള്ള ഇഞ്ചുറീസ്, ഇൽനെസ്, ആക്സിഡൻറ്റ്സ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അവരൊരു പ്രൊആക്റ്റീവ് മെത്തേഡിലൂടെയാണ് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നത്. അവർ ഹസാർഡ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സിവിയാരിറ്റി ലൈക്കിലോട്ട് ക്ലാസിഫൈ ചെയ്ത് റിസ്ക് റാങ്കിങ് വെച്ച് ഹയർ സിവിയാരിറ്റി ഉള്ള വർക്കിന് കൂടുതൽ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് അവർ കറക്റ്റീവ് ആക്ഷനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്താണ് അവർ ഈ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ഇൽനെസ്, ഹസാർഡ്സ്, ആക്സിഡൻറ്റ്സ്, ഇൻസിഡൻറ്റ്സ് എല്ലാം ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർക്കിംഗ് സൈറ്റിൽ 100% സേഫ്റ്റി, 100% നമുക്ക് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് എത്ര നമ്മളെ കൊണ്ട് മാക്സിമം താക്കാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നമ്മളൊരു വർക്കർക്ക് അല്ലെങ്കിൽ നമ്മളൊരു പിയർ ഗ്രൂപ്പ്സിനെ ഒരു സേഫ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഒരു പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമേ വർക്കറിൻ്റെ ആയാലും മൊറാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വർക്കറിന് ഇപ്പോൾ നമ്മളായാലും ഒരു സേഫ് അറ്റ്മോസ്ഫിയറിലാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ 100% കഴിവ് വെച്ച് നമ്മളവിടെ വർക്ക് ചെയ്യും, നമ്മൾ പേടിക്കാതെ വർക്ക് ചെയ്യും. അപ്പം പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലേ? അങ്ങനെയല്ലേ? അതേ കണക്കാണ് ഈ സേഫ് അറ്റ്മോസ്ഫിയർ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കമ്പനിക്ക് തന്നെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വർക്ക് പ്ലേസ് ഇമ്പോർട്ടൻസ് ആണ്, സേഫ്റ്റി ഓഫീസറിൻ്റെ ഒരു വർക്ക് പ്ലേസ് ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ ആസ് എ സേഫ്റ്റി ഓഫീസർ നമ്മുടെ എഫേർട്സാണ് നമ്മുടെ പിയർ ഗ്രൂപ്പിനും നമ്മുടെ വർക്കേഴ്സും എങ്ങനെ അവർ റിട്ടേൺ വീട്ടിലേക്ക് സേഫായിട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഒരു എഫിഷ്യൻസിയാണ്. അപ്പം ഇത് വെറും ഒരു ജോലിയായിട്ട് മാത്രം കാണരുത്. ഒരു പ്രതിജ്ഞയായിരിക്കണം നമ്മുടെ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എപ്പോഴും വർക്ക് പ്ലേസ് ഇൻസ്പെക്റ്റ് ചെയ്ത് നമ്മൾ റിസ്ക് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം റിസ്ക് അസസ്മെൻറ്റിന് ഒരുപാട് ഡീറ്റെയിൽ പാർട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു വീഡിയോയിൽ റിസ്ക് അസസ്മെൻറ്റ് മാത്രമായിട്ട് പഠിക്കുന്നതാണ്. പിന്നെ പോളിസി ഡെവലപ്മെൻറ്റാണ്. നമുക്ക് കമ്പനിക്ക് എപ്പോഴും ഒരു ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് പോളിസി കാണും. അത് നമ്മൾ കമ്പനിക്ക് വർക്കേഴ്സിനോട് അല്ലെങ്കിൽ സ്റ്റാഫിനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. നമുക്ക് കാണാൻ പറ്റും ഒരു വർക്ക് സൈറ്റിൽ ചെല്ലുമ്പോൾ ഒരു പോളിസി കുറച്ച് വാചകങ്ങൾ അത് നമ്മുടെ കമ്പനിയുടെ ടോപ്പ് ഒഫീഷ്യൽസ്, CEO ആയിരിക്കാം, MD ആയിരിക്കാം, സൈൻ ചെയ്ത് സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണം. മൂന്നാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം. നമ്മൾ ട്രെയിനിങ് നീഡ്സ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യണം. ഡിഫറെൻറ്റ് വർക്കർ കാറ്റഗറിക്കോ അല്ലെങ്കിൽ സ്റ്റാഫ് കാറ്റഗറിക്കോ ഡിഫറെൻറ്റ് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കംപ്ലയിൻറ്റ്സ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഓരോ ഏരിയയിൽ വർക്ക്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് BOCW ഉണ്ട്, ഫാക്ടറി ആക്ട് ഉണ്ട്. അപ്പം ആ ഒരു ലോ അനുസരിച്ച്
നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ് മീൻസ് നമ്മുടെ സൈറ്റ് അതിൻ്റെ കീഴിൽ അവർ പറയുന്ന ലോസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതാണ്. നമ്മൾ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ പ്രൈമറി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് ചെറിയൊരു വർക്കല്ല. നമ്മളത് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് പ്രൊഫഷണൽസ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് നമ്മളൊരു പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് സൈക്കിളിലൂടെ ഫോളോ അപ്പ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ് ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഒരു ബ്രീഫ് നമുക്ക് തരുന്നതാണ്. നമ്മൾ എപ്പോഴും വർക്ക് പ്ലേസിൽ നമ്മൾ ഒരു റെഗുലർ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യണം. എന്തിനാണ്? ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ആ ഹസാർഡ് നമ്മുടെ ഫൈൻഡിങ്സ് എന്നിട്ട് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. അതിൻ്റെ മീൻസ് ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഒബ്സർവേഷൻ റിപ്പോർട്ട്, ഡെയിലി ഒരു ഒബ്സർവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുക. നമ്മൾ സൈറ്റിൽ പോയപ്പോൾ അവിടെ അതിനൊക്കെ ഒരു ഹസാർഡ് കണ്ടു, നമ്മൾ എന്താണ് അവിടെ എടുത്ത ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു നെയിൽ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് അടിച്ച് ഒരു കൂർത്ത നെയിലോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? അടുത്തൊരു റിവർ ക്യാപ്പ് ഇടുക. അല്ലെങ്കിൽ നമുക്കത് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ആ കമ്പിയോ ആണിയോ അത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് റിസ്ക് എവാലുവേഷൻ അത് നമ്മൾ അതിൻ്റെ ലൈക്ലിഹുഡ്, അതിൻ്റെ സിവിയാരിറ്റി. ഇപ്പോൾ ലൈക്ലിഹുഡ്, സിവിയാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ നടന്നു പോകുന്ന ആ വഴിയിലൊരു കുഴിയുണ്ട്. അപ്പോൾ നമുക്ക് ആ കുഴി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ലൈക്ലിഹുഡ് കൂടുതലാണ്. നേരെ നമ്മൾ സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലാണ് ചെറിയൊരു കുഴി ഉണ്ടെങ്കിൽ അവിടെ ലൈക്ലിഹുഡ് കുറവാണ്. മീൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനങ്ങനെ സിവിയാരിറ്റി, നമ്മൾ ആ ഒരു അസാഡ് മൂലം നമുക്ക് എന്തുമാത്രം സിവിയാരിറ്റി ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ റാങ്ക് ചെയ്യണം. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ, ലൈക്ലിഹുഡ് ഇൻറ്റു സിവിയാരിറ്റിയാണ് നമ്മൾ റിസ്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ സേഫ്റ്റി പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു സ്ലൈഡ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എന്ന് പറയുന്നത് പോളിസീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് വർക്കറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റാഫ്സിൻ്റെ അടുത്തോ, അതാണ് നമ്മുടെ സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞാൽ. പിന്നെ റെഗുലേറ്ററി കംപ്ലയൻസ്. ഓരോ ലോക്കൽ ഏരിയ മീൻസ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബയോസ്റ്റബിളി ഫാക്ടറി ആക്ട്, നമ്മളിപ്പോൾ അരാംകോയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അരാംകോയുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അവിടേക്ക് തന്നെ LPCRൻ്റെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. അപ്പോൾ ആ ഒരു മാനുവലനുസരിച്ചായിരുന്നു നമ്മൾ ഓരോരോ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് എംപ്ലോയി ട്രെയിനിങ് ആണ്. എംപ്ലോയി ട്രെയിനിങ്ങിൽ ഇപ്പോൾ വെൽഡർ ഗ്രൂപ്പ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ഹോട്ട് വർക്കിൻ്റെ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ വർക്ക് അറ്റ് ഹൈറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് ട്രെയിനിങ്, സ്കഫോൾഡേഴ്സിന് അത് കണക്കുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. ഫിറ്റ് ജോബ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ PV ലിഫ്റ്റിങ് അല്ലെങ്കിൽ സിവിൽ വർക്ക് ആണെങ്കിൽ അപ്പോൾ പക്ഷേ പ്രോപ്പറായിട്ട് കാറ്റഗറി ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് പ്ലാൻ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുക, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. ട്രെയിനിങ് ആൻഡ് അവയർനെസ് പ്രോഗ്രാമും അത് കണക്കാണ്. സേഫ്റ്റി ഇൻഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാത്തിൻ്റെ ബ്രീഫ് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തരുന്നതാണ്. സേഫ്റ്റി ഇൻഡക്ഷൻ വെച്ചാൽ പുതിയതായിട്ട് സൈറ്റിൽ വരുന്ന വർക്കേഴ്സിനോ സ്റ്റാഫ്സിനോ നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു വേണം വർക്കിന് വിടാനായിട്ട്. പിന്നെ റെഗുലർ ട്രെയിനിങ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ മന്ത്ലി ആണോ വീക്ക്ലി ഒരു തേഴ്സ്ഡേക്ക് ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ കണ്ടക്ട് ചെയ്യുന്ന മീൻസ് ഒരു ഫുഡ് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിൻ്റെ കൾച്ചർ, സേഫ്റ്റി കൾച്ചർ ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യും. അത് കണക്കിന് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഡ്രിൽസ്, അനൗൺസ്ഡ് ഡ്രിൽസ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു സൈറ്റിൻ്റെ സേഫ്റ്റി കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സേഫ്റ്റി എന്ന് പറഞ്ഞൊരു വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പഠിച്ച് എക്സിക്യൂട്ട് ചെയ്യണം സൈറ്റിൽ. അതാണ് നമ്മുടെ സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ സേഫ്റ്റി പ്രൊഫഷണൽസിൻ്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇപ്പോൾ നമ്മളീ പോണത് ഇൻസിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിങ്. ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, അത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ഡോക്യുമെൻ്റ് ആക്കേണ്ടത്, അതിൻ്റെ എല്ലാ ഒരു പ്രൊസീജിയർ നമ്മൾ HSE പ്ലാനിൽ, സേഫ്റ്റി പ്ലാനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അതിൻ്റെ അപ്രൂവൽ കറക്റ്റായിട്ട് എടുക്കുക. അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുക. റൂട്ട് കോസ് അനാലിസിന് നമുക്ക് പല ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഫിഷ് ബോൺ, 5 whys ഇതെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് റൂട്ട് കോസ് അനാലിസിന് റൂട്ട് കോസ് കണ്ടുപിടിക്കുക, കറക്റ്റീവ് ആക്ഷൻ കണ്ടുപിടിക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ വരുന്നത് കംപ്ലയൻസ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റുകൾ. ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാമല്ലോ ISO 45001 എന്ന് പറഞ്ഞ സേഫ്റ്റി മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുക.
പിന്നെ നമ്മൾ എന്ത് സൈറ്റിൽ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് വയ്ക്കുക. കാരണം ഒരു സൈറ്റോ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ഡിപ്പെൻഡ് ആയിരിക്കരുത്. ഒരു ഇൻഡിവിജ്വൽ പോലെ അടുത്ത ആൾ വരുമ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഡോക്യുമെൻറ്റേഷൻ മീൻസ് ആ ഒരു പ്ലാൻ വഴി നമുക്ക് മുന്നോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു പ്രോജക്റ്റ് ഒരു കൺസ്ട്രക്ഷനും ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല. അപ്പം നമ്മൾ എല്ലാത്തിനും ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ഓഡിറ്റ് ടൈമിലും നമ്മുടെ സൈറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എവിടെയാണ്, നമ്മുടെ സൈറ്റിൻ്റെ സ്കോർ എന്താണ് എന്ന് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി എമർജൻസി പ്രിപ്പയർനെസ്, എന്തെങ്കിലും അൺപ്ലാൻഡ് ഇൻസിഡൻറ്റോ എർത്ത് കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഫയറോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ ടീം അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ആ സമയത്ത് എന്ത് വർക്ക് പ്രവർത്തിക്കണം എന്ന് അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് നേരത്തെ കൊടുത്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു പ്രൊആക്റ്റീവ് മെഷറാണ്. അതിനുവേണ്ടി ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യണം, ഒരു ടീം സെറ്റ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം. നമുക്ക് അറിയാമല്ലോ, എമർജൻസി മാനേജ്മെൻറ്റ് ടീം വേണം, ആ ടീമിന് പ്രത്യേകം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണം. ഇതെല്ലാം നമ്മുടെ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ ഒരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് തന്നെ മോണിറ്ററിങ് ആൻഡ് ഓഡിറ്റ്സ്, സേഫ്റ്റി ഇൻസ്പെക്ഷൻസ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, വർക്ക് പ്ലേസ് മോണിറ്ററിങ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുക. സേഫ്റ്റി ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ നമ്മളത് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ഓഡിറ്റ് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ സേഫ്റ്റി ഇൻസ്പെക്ഷൻ ടു ഡു, ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ടു ചെക്ക്. സേഫ്റ്റി ഇൻസ്പെക്ഷൻ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം, അത് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നാണ്. പ്രോപ്പറായിട്ട് പ്ലാൻ ഡു ചെക്ക് ആക്ട് സൈക്കിളിൻ്റെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് സ്ലൈഡിൽ ഒരു ഏരിയ ഓഫ് വർക്ക് ഫോർ സേഫ്റ്റി പ്രൊഫഷണലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സേഫ്റ്റി പ്രൊഫഷണൽസ് വർക്ക് ചെയ്യും, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്യും, പിന്നെ മാനുഫാക്ചറിങ്, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്, ഓൾമോസ്റ്റ് ഓൾ ഏരിയാസിൽ സേഫ്റ്റി പ്രൊഫഷണൽസ് ഹയർ ചെയ്യുന്നുണ്ട് കമ്പനികൾ. നല്ല പ്രോപ്പർ ഹാൻഡ്സം സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ തന്നെ ഇന്ത്യയിലൊക്കെ ADS നല്ല മാൻഡേറ്ററി ആയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നെബോഷാണ് അവർ നോക്കുന്നത്, നെബോഷും പിന്നെ ലീഡ് ഓഡിറ്റർ കോഴ്സസൊക്കെയാണ് നോക്കുന്നത്. അപ്പം യൂറോപ്പായാലും യൂറോപ്പിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കാനഡ ആയാലും കാനഡയുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ എവിടെയാണോ നമ്മൾ സ്ഥിരതാമസം മീൻസ് എവിടെയാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, അത് നമ്മുടെ ഫ്യൂച്ചറിന് എങ്ങനെ ബെനിഫിറ്റ്സ് ആവും, ആ രീതിയിൽ നമ്മൾ കോഴ്സസ് ചൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും അടുത്ത് ഞാൻ ഇടുന്നത്. അപ്പം എങ്ങനെയാണ് എൻ്റെ കോഴ്സസ് ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ എവിടെയാണ് ലൊക്കേഷൻ, അതനുസരിച്ച് നമ്മൾ കോഴ്സസ് ചൂസ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു കോമ്പറ്റൻറ്റ് മാർക്കറ്റിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ സെല്ല് ചെയ്യണം, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.